അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 37-ാം സൂറത്ത് 83-ാമത്തെ ആയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കഥയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ കക്ഷികൾപ്പെട്ട ആളായിരുന്നു. നമ്മുടെ മുമ്പ് പറഞ്ഞു നിർത്തിയ കഥ നൂഹ് അലൈഹിസ്സലാമിൻ്റെയാണ്. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂട്ടത്തിൽ ഉള്ള ആൾ, അല്ലെങ്കിൽ പരമ്പരയിൽപ്പെട്ട ആൾ, മക്കൾ. ഷിയ എന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കക്ഷി. ഈ ഷിയാക്കളെ നമ്മൾ ഷിയ എന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും അതല്ല ശരിയായ വാക്ക്. ഷിയ എന്നുള്ളതാണ് ശരിയായ വാക്ക്. അദ്ദേഹത്തിന് ഹൃദയം നിഷ്കളങ്കമായിരുന്നു. കൽബിൻ സലീം, നല്ല ഒരു സലീം ആയിട്ടുള്ള കൽബ്. അപ്പോൾ അദ്ദേഹം രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പോയി ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ദഅവ കൊടുക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനോടും ജനതയോടും, നിങ്ങൾ എന്തിനാണ് ഈ ആരാധിക്കുന്നത്? അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കുന്നു, വേറെ ദൈവങ്ങളെ. അപ്പോൾ അള്ളാഹുവിനെ പറ്റി, അല്ലെങ്കിൽ ലോകരക്ഷിതാവ് റബ്ബിനെ പറ്റി നിങ്ങളുടെ എന്താ വിചാരം? ചോദ്യം ചോദിച്ച് ഞെട്ടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ നോക്കി, നുജൂമ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗമാകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഇറാഖിലുള്ള. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാവരും കൊല്ലത്തിലൊരിക്കൽ എന്തോ ഒരു വലിയ ആഘോഷം പോലത്തെ എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവരവരുടെ സിറ്റി, അല്ലെങ്കിൽ പട്ടണം വിട്ടിട്ട് ദൂരെ എവിടെയോ പോയി അത് ആഘോഷിച്ച് രാത്രിയൊക്കെ നിന്ന് തിരിച്ച് വരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഖീം എന്ന് പറഞ്ഞാൽ സുഖമില്ല, അല്ലെങ്കിൽ രോഗിയാണ് എന്നാണ് പറയുക. അദ്ദേഹം രോഗിയൊന്നുമല്ലായിരുന്നു, നുണ പറഞ്ഞാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ദഅവയുടെ ഭാഗമായിട്ട് ഒരു നുണ പറഞ്ഞതാണ്. എന്നിട്ട് ആളുകളൊക്കെ പോയപ്പോൾ അദ്ദേഹം വന്ന് അവിടെ ആഹാരമൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ ദൈവങ്ങളുടെ മുമ്പിൽ കിടന്ന്. നിങ്ങൾ തിന്നുന്നില്ലെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ എന്ത് പറ്റി, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എന്നിട്ട് വലത് കൈ കൊണ്ട് അദ്ദേഹം അതിനെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു കോടാലിയോ മഴയോ എന്തെങ്കിലും ആയിട്ടായിരിക്കും വന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കും. എടുത്ത് വെട്ടി മുറിച്ച് കളഞ്ഞു. അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാ ദൈവങ്ങളെയും കൊന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ തോളിൽ മഴ വെച്ചിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പോയി. ആളുകൾ വന്ന് നോക്കുമ്പോൾ അതിക്രമം, അതായത് അവരുടെ ആരാധനകളെ നശിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഓടി വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് സംശയമായി. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതിനെ നിങ്ങൾ ആരാധിക്കുമോ? എന്തൊരു പരിപാടി ഇത്? നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു അല്ലേ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു അല്ലേ സൃഷ്ടിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു, ഇബ്രാഹിമിന് വേണ്ടി ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കുക, വലിയ തീ, ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് വിറകുകൾ കൂട്ടിയിട്ടിട്ട് ആഴ്ചകളോളം കത്തിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ ഇതായിരുന്നു. എന്നിട്ട് ആ തീയുടെ അടുത്തേക്ക് മനുഷ്യന് പോകാൻ പറ്റാത്തതുകൊണ്ട് ചാവാണ കെട്ടിയാണ് അങ്ങോട്ട് എറിഞ്ഞത്. അതായത് ആളുകൾക്ക് പോകാനോ എറിയാനോ പറ്റാത്തതുകൊണ്ട് ഇബ്ലീസ് ഒരു ഐഡിയ കൊടുത്തു, മഞ്ചരീക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് അതിൽ കെട്ടി എറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം ഉദ്ദേശിച്ചുവെങ്കിലും അവർ നാണം കെട്ട് തോറ്റുപോയി. അതായത് തീയിലൊന്നും പറ്റിയില്ല ഇബ്രാഹിം അലൈഹിസ്സലാമിന്. കുല്യാനാറു ഊനീബർദം വസ്സലാമൻ അല ഇബ്രാഹിം ഫഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുൽ അസ്ഫലീൻ.